بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله رب العالمين الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وأصحاب سيدنا محمد صلى الله عليه وسلم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم أوتيت خزائن السماوات والأرض فوضعت في يدي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا صاحب الوقت جبهتي تحت نعالكم أعظ بكم نيابة عنكم يا رسول الله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد كما تحب وترضى عدد ما تحب وترضى പ്രിയപ്പെട്ട ഉലമാക്കൾ മുതഅല്ലിമുകൾ സുഹൃത്തുക്കൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക ആ വലിയ ആഴമേറിയ കടലിലേക്ക് മുങ്ങി അതിൽ നിന്ന് അല്പം വെള്ളമെടുക്കുക അത് വളരെ സാഹസപ്പെട്ട ഒരു വിഷയമാണ്. അത്രയും വലുതാണ്. നാം പറയുന്നത് കൊണ്ട് അവിടുത്തെ സ്ഥാനം കുറഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും അതിനുശേഷം വന്ന താബിഉകളും അഇമ്മത്ത് മുജ്തഹിദുകളും ഔലിയാക്കളും ആരിഫുകളും സ്വാലിഹുകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. മറിച്ച് അത് പറയാതിരിക്കുകയും മറച്ചുവെക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് ഖുർആൻ വളരെ ശക്തിയായി താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നാം നിങ്ങൾക്ക് ഇറക്കിത്തന്ന ബയ്യിനാത്തും ഹുദയും അഥവാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഖുർആൻ അടക്കമുള്ള
ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ വിശദീകരിക്കാതെ അതിനെ മറച്ചു വെക്കുന്നവർ ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അല്ലാഹു തആല ലഅനത്ത് ചെയ്യുന്നു. വയൽഅനുഹുമുൽ ലാഇനൂൻ, അല്ലാഹുവിൻ്റെ മലായികത്ത് മുഅ്മിനുകൾ മുഴുവനും അവരെ ലഅനത്ത് ചെയ്യുന്നു, അവരുടെ ലഅനത്തിന് പാത്രീഭൂതരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്ഹിൽ നിന്ന് നമ്മെക്കൊണ്ട് കഴിയുന്നത് നാം പറയുകയും അതിൽ നിന്ന് നമ്മൾ ആദ്യമായി പാഠം ഉൾക്കൊള്ളുകയും രണ്ടാമതായി മറ്റുള്ളവർക്ക് പാഠമാവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നത് അത് പുണ്യമായ കർമ്മമാണ്, ഇബാദത്താണ്. എല്ലാ സ്വാലിഹീങ്ങളും ചെയ്തു വന്നിട്ടുള്ളതും മാത്രമല്ല പരിശുദ്ധ ഖുർആനിൻ്റെ ആജ്ഞയും ആണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും മദ്ഹ് പറയുകയും ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ഖുർആൻ നമ്മെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങളെ സുഖപ്പെടുത്തി തരുകയും നിങ്ങളോട് ഉപദേശിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് അവതരിച്ചിരിക്കുന്നു, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ആ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന, ഹിദായത്തിലേക്ക് ജനങ്ങളെ ചേർക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അഖില ലോകത്തിനും റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബിഫളില്ലാഹി വബിറഹ്മതിഹി, ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ആണ് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വന്നതും നബിതങ്ങളെ അള്ളാഹു അയച്ചു തന്നതും. ആകയാൽ ഫബിദാലിക, അതിൻ്റെ പേരിൽ, വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ പേരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിൻ്റെ പേരിലും ഫല്യഫ്റഹൂ, എല്ലാ ജനങ്ങളും ഫറഹ്, സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണം. ഫല്യഫ്റഹൂ എന്നത് അമ്രാണ്, അമ്ര വുജൂബിനാണ്. അതുകൊണ്ട് തന്നെ ഇൽഹാറുൽ ഫറഹി ബിമജീഇൽ ഖുർആനി വബിമജീഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗമനത്തിലും വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിലും സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് നിർബന്ധമാകുന്നു, അത് വാജിബാകുന്നു. പക്ഷേ വാജിബായ ഒരു കാര്യം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കൽ വാജിബ് എന്നതിനർത്ഥമില്ലല്ലോ. സല്ലു അലൈഹി എന്ന ആയത്ത് സ്വലാത്ത് കൊണ്ടുള്ള കൽപ്പനയാണ്, സ്വലാത്ത് വാജിബാണ്. പക്ഷേ
ആ സ്വലാത്ത് നിസ്കാരത്തിലും തഹയ്യാത്തിലും മറ്റ് പ്രത്യേക സമയങ്ങളിലും നിർവഹിക്കപ്പെടലുകൊണ്ട് വാജിബ് വിടുകയും അല്ലാത്ത സമയത്ത് അത് സുന്നത്തായി വരികയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വരവ്, ആ വരവേൽക്കലും അതിൽ സന്തോഷം പ്രകടിപ്പിക്കലും വാജിബാണ്. അതിൻ്റെ കൂടുതൽ കൊണ്ടുവരുന്നത് അത് സുന്നത്തായി വരികയും ചെയ്യും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ എത്രയധികമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്ത് ആഗോള അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെടാത്ത ഒരു സമയം ഇല്ല. ഓരോ സെക്കൻഡിലും ബാങ്ക് വിളിക്കപ്പെടുന്നു. ആ ബാങ്ക് വിളി തന്നെ ഒരിക്കൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നുവെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡിൽ വേറെ ഒരു സ്ഥലത്ത് അതേ വാക്ക് പറയുന്നു, തൊട്ട സെക്കൻഡിൽ അതേ വാക്ക് വേറെ ഒരു സ്ഥലത്ത് പറയുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയപ്പെടാത്ത ഒരു സെക്കൻഡ് ലോകത്തെവിടെയും ഇല്ല. അതേസമയം തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലപ്പെടാത്ത ഒരു സമയവും ഇല്ല. നിസ്കാരം സൂര്യാസ്തമാനത്തിൻ്റെ വ്യത്യാസമനുസരിച്ച്, ലോകത്തിൻ്റെ കറക്കമനുസരിച്ച് അതിൻ്റെ വഖ്തുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഇവിടെ നിസ്കാരമുണ്ട്. ആ നിസ്കാരം തന്നെ തുടക്കം ഒരു സ്ഥലത്ത് ഒരു സമയത്ത്, മറ്റൊരു സ്ഥലത്ത് അവസാനം മറ്റൊരു സമയത്ത്, ഇങ്ങനെ മാറി വരുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള സ്വലാത്ത് ചൊല്ലപ്പെടാത്ത ഒരു സമയവും ഇല്ല. അതുപോലെ മറ്റൊരു സമയത്ത് വേറെ ഒരാൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് ഹബീബായ നബിയെ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ സലാമാകുന്ന തിരുക്കാഴ്ചയെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അത് പറയാത്ത ഒരു സമയവും ഇല്ല. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെയായി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലപ്പെടാത്ത ഒരു സെക്കൻഡും ഇല്ല. നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പേര് പറയപ്പെടാത്ത ഒരു സമയവും ഇല്ല ലോകത്ത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വറഫഅനാ ലക ദിക്റക്, ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങയുടെ പേരും അങ്ങയുടെ പ്രശംസയും അങ്ങയുടെ പ്രകീർത്തനവും ധാരാളമായി പറയുന്നതിനെ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത് അതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നബിയുണ്ടോ? നിസ്കാരത്തിൻ്റെ ബാങ്കിൽ മറ്റൊരു നബിയുടെ പേര് പറയേണ്ടതുണ്ടോ? നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയുന്നുണ്ട്, അതല്ലാതെ മറ്റൊരു നബിയുടെ പേര് പറയുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേർ ഓരോ നിസ്കാരത്തിന് വേണ്ടി 5 പ്രാവശ്യമല്ല, ഈ 5 ലോകത്തിൻ്റെ കറങ്ങലനുസരിച്ച് മാറി വരുന്നത് കൊണ്ട് ലാ തഖ്ലു ദഖീഖത്തുൻ ഇല്ലാ വദുകിറ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദഖീഖയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയപ്പെടാതെ ഇവിടെ കഴിഞ്ഞു പോകുന്നില്ല.
ഏതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറയപ്പെടാത്ത ഒരു സമയവും ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് മാറി മാറി വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരു സമയവും ഇല്ല. അങ്ങനെ അള്ളാഹുവിനെ പറയുന്നതിൽ നിന്ന് ഈ ലോകത്ത് ഒരു സെക്കൻഡും ഒഴിവാകാത്തതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറയുന്നതിൽ നിന്നും ഒരു സെക്കൻഡും ഒഴിവാകുന്നില്ല. ഇത് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് എങ്കിൽ നാം ചിന്തിക്കേണ്ടത് മറ്റെത്രയാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്ത് കോടാനുകോടി മലക്കുകൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, സലാം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് അവതരിച്ചത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ആ മാസത്തിന് അശ്ശഅബാനുൽ മുഅല്ലം എന്ന് പറയപ്പെടുന്നു. ഈ ആയത്തിറങ്ങിയ കാരണം കൊണ്ടാണ്. റമളാനിൻ്റെ മുന്നോടിയായ ശഅബാൻ, ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത് റമളാനിലാണ്. ആ റമളാനിൻ്റെ മുമ്പിലല്ല, വേറെ ഖുർആൻ ഇങ്ങനെ അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് മറ്റൊരു ശഅബാനിലാണ് ഈ ആയത്തിറങ്ങിയത്. അല്ലാഹു തആലയും അവൻ്റെ മലായികത്തും യുസല്ലൂന, അവർ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു, സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇമാം ബുഖാരി തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ബാബു ഖൗലിഹി തആല ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന എന്ന അധ്യായത്തിൽ പറഞ്ഞതായി കാണാം. ഖാല അബുൽ ആലിയ അസ്സലാത്തു അൽ മദ്ഹു വസ്സനാഉ, അൽ മദ്ഹു വസ്സനാഉ. അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യുസല്ലി എന്നത് ഫിഅലുൻ മുളാരിഉൻ യദുല്ലു അല തജദ്ദുദി ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന. ജുംലത്തുൻ ഇസ്മിയത്തുൻ യദുല്ലു അല ദവാമി. അങ്ങനെ ഈ ജുംല ദവാമിൻ്റെ മേൽ അറിയിക്കുകയും യുസല്ലി എന്ന് പറയുന്ന വാക്ക് തജദ്ദുദിൻ്റെ മേൽ അറിയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് ഒഴിവുള്ള സമയം ഇല്ല. വമലായികതുഹു, അല്ലാഹുവിൻ്റെ മലക്കുകളും അതേ നിലക്ക് യുസല്ലൂന, അവർ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അസ്സലാത്തു അൽ മദ്ഹു വസ്സനാഉ. സ്വലാത്ത് എന്നാൽ മദ്ഹ് ചെയ്യലാണ്, പ്രകീർത്തിക്കലാണ്, പ്രശംസിക്കലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആലയും അവൻ്റെ മലക്കുകളും പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് ഒഴിവായ ഒരു സമയവും ഇല്ല. രണ്ടാമതായി വസല്ലിമു. എന്താണ് സല്ലിമു എന്നതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സമ്പത്തും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കുക, എല്ലാം അവിടത്തേക്ക് കൊടുക്കുക, അവിടത്തേക്ക് സമർപ്പിക്കുക എന്നാണ് വസല്ലിമു എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സഹാബികൾ
ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനം ചെയ്യുമ്പോൾ ഫിദാക അബീ വ ഉമ്മി, ഫിദാക അബീ വ ഉമ്മി, ഞാനും എൻ്റെ മാതാപിതാക്കളും അങ്ങയിലേക്ക് തെണ്ടമാണ് നബിയെ. ഞാനും എന്ന് ഞാൻ അർത്ഥത്തിൽ കൂട്ടിയത് വെറുതെ കൂട്ടിയതല്ല. മാതാപിതാക്കൾ തെണ്ടമാകുമ്പോൾ നഫ്സ് ഏതായാലും ഔലയാണ് എന്ന് മുഹദ്ദിസുകൾ ഈ വാക്കിൻ്റെ ശറഹിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മാതാപിതാക്കളും മുഴുക്കെ അങ്ങയുടെ മുമ്പിൽ തെണ്ടമാണ് നബിയെ എന്ന് സഹാബത്ത് പറയും. അതുകൊണ്ട് വസല്ലിമു, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേക്കണം. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളെ ഭാര്യമാരും മക്കളും സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന കുടുംബത്തെയും നിങ്ങൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് വസല്ലിമു എന്നതിൻ്റെ അർത്ഥം. അത് എവിടെ നിന്ന് തിരിയും? വേറെ ഖുർആൻ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. കണ്ടില്ലേ? ഫലാ വറബ്ബിക, തങ്ങളുടെ റബ്ബിനെ കൊണ്ട് സത്യം, ലാ യുഅ്മിനൂന, ജനങ്ങൾ വിശ്വസിച്ചവർ ആവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ ഉത്ഭവിച്ച അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രശ്നങ്ങളിൽ തങ്ങളെ അവർ ഹാക്കിമാക്കി ഭരണാധികാരിയാക്കി സ്വീകരിക്കുന്നത് വരെ. ثم لا يجدوا في أنفسهم حرجا مما قضيت, ആ വിഷയത്തിൽ തങ്ങളെ ഭരണാധികാരിയാക്കി തങ്ങളെ വിധികർത്താവാക്കി നിശ്ചയിച്ചിട്ട് തങ്ങൾ വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിയിൽ പിന്നെ അവർക്ക് ഒരു ചെറിയ സംശയം പോലും ഇല്ല. അതെൻ്റെ ഭാഗത്ത് വിധിച്ചില്ലല്ലോ, മറുഭാഗത്തേക്ക് ഗുണമായി വിധിച്ചു കളഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു 100% ശരിയായ വിധി അല്ല അല്ലാഹുവിൻ്റെ റസൂൽ വിധിച്ചത് എന്നൊരു ചെറിയ തോന്നൽ പോലും വന്നാൽ ഈമാനിൽ നിന്ന് പുറത്തുപോയി. അതാണ് ثم لا يجدون في أنفسهم حرجا مما قضيت, എന്നിട്ട് അവസാനം അല്ലാഹു എന്താ പറയുന്നത്? ويسلموا تسليما وينقادوا له انقيادا كاملا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമായി എല്ലാ വിഷയങ്ങളും വിട്ടുകൊടുക്കുകയും അവിടത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളുടെ സർവസ്വവും അവിടത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാത്ത കാലത്തോളം ഒരാൾ മുഅ്മിനാവുകയില്ല. ഇങ്ങനെ ഏതൊരു മനുഷ്യനാണ് ഇവിടെയുള്ളത്? എല്ലാം അങ്ങോട്ട് കൊടുത്തേക്കണം. അതാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ചരിത്രത്തിൽ ഒരു യുദ്ധം. ഓരോ ആളുകളെയും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ ദുഃഖിക്കുന്നുവെങ്കിലും വലിയ ദുഃഖമില്ല. അപ്പോഴൊക്കെ ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിതി എന്ത്? ഒരു സ്ത്രീ തന്നെ, ആ സ്ത്രീയോട് പറയപ്പെട്ടു നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു. ആ സമയത്ത് സ്ത്രീയുടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടുവോ? ഇല്ല. ഓരോരുത്തരും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൊല്ലപ്പെട്ടുവോ എന്ന ചോദ്യം ഇല്ല എന്ന് മറുപടി കിട്ടുമ്പോൾ അവർ സന്തോഷിക്കുന്നു. കുല്ലു ഖലലിൻ ബഅദക ദലൽ. ഓ ഹബീബായ നബിയേ, അവിടുന്ന് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാലും, എൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചു പോയാലും, എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവിടുത്തെ ജീവിതമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് മഹാന്മാരായ സഹാബത്ത്
പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവരുടെ നഫ്സിനേക്കാൾ, അവരുടെ ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങൾക്ക് വേണ്ടി ശരീരത്തെ അർപ്പിക്കാൻ, സമ്പത്തിനെ അർപ്പിക്കാൻ, മുഴുവൻ വസ്തുക്കളെയും അർപ്പിച്ചു കൊടുക്കാൻ എല്ലാ മുഅ്മിനീങ്ങളും സഹാബത്തും ബാധ്യസ്ഥരായി അവർ തയ്യാറായി. അതാണ് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സമ്മതിച്ചു കൊടുത്തേക്കണം. നമ്മുടെ സർവസ്വവും അവിടത്തേക്കുള്ളതാണ്. നമ്മുടെ എല്ലാം അവിടുത്തെ പൊരുത്തത്തിനും അവിടുത്തെ ഇഷ്ടത്തിനും അവിടുന്ന് കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണ് എന്ന് ഏത് സമയത്ത് ഒരു മനുഷ്യൻ സമ്മതിക്കുന്നു, ഏത് സമയത്ത് അവൻ തയ്യാറാകുന്നു, ആ സമയത്ത് മാത്രമാണ് അവൻ യഥാർത്ഥ മുഅ്മിൻ ആയിത്തീരുന്നത്. അത്രയും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു, നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മദ്ഹ് പറയാൻ, അവിടുത്തെ പ്രശംസിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവൻ ഈമാനില്ലാത്തവനാണ്. നബിതങ്ങൾക്ക് നൽകപ്പെട്ട മദ്ഹുകളിൽ അല്പമെങ്കിലും എടുത്തു പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. അതേസമയം അത് അനുവദനീയമാണോ എന്ന് പറയുന്നത് ഈമാൻ ഇല്ലാത്തതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ഒരു വ്യക്തിയെ നമുക്ക് പരിശോധിച്ച് നോക്കാം. സ്വർണവും സ്വർണത്തിൻ്റെ നിറത്തിലുള്ള മറ്റൊരു ആഭരണവും, ഇത് രണ്ടും വേർതിരിക്കാൻ തട്ടാന്മാരുടെ കയ്യിൽ കൊണ്ടുപോയി ഇങ്ങനെ മാറ്റുറതി നോക്കുന്നത് പോലെ ഈമാനുള്ള മനുഷ്യനും ഈമാനില്ലാത്ത മനുഷ്യനും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാർഗം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. അറബ് രാജ്യത്ത് ചെന്നാൽ നിങ്ങൾക്ക് കാണാം, എന്തെങ്കിലും ഒരു വിഷയം ഗൗരവമായി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അറബികൾ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയും. ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചു, എന്താ ഇത് പറയുന്നത്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ യഹൂദികളുണ്ട്. ഇവിടെ അവർ മുസ്ലിമായി അഭിനയിച്ചു നടക്കുന്ന ഒരുപാട് ജൂതന്മാരും ഉണ്ടാവും. എന്നാൽ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അവരുടെ മുഖം കറക്കും, മുഖം ചുളിക്കും. അപ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അറബികൾ പറയാറുള്ളത്. കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതോ അവിടുത്തെ മദ്ഹ് പറയുന്നതോ ഇഷ്ടമില്ല. അത് തന്നെയാണ് ബിദ്അത്തിന്റെ അഹ്ലുകാരായാലും ആര് തന്നെയായാലും നബി തങ്ങളെ മദ്ഹ് പറയുന്നതിനെ വെറുക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മദ്ഹ് പറയൽ, പ്രശംസിക്കൽ, അവിടുത്തെ പ്രകീർത്തിക്കൽ അത് തികച്ചും അങ്ങയോടുള്ള ഹുബ്ബിൻ്റെ അടയാളമാണ് എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? ഒരു വ്യക്തി ഒരാളെ പ്രിയം വെച്ചാൽ അവരുടെ കൂടെ ആയിരിക്കുമല്ലോ. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും ഇയാൾ. അത് സ്വർഗത്തിന് മാത്രമല്ല,
അൽമർഉ മഅ മൻ അഹബ്ബ എന്ന് പറഞ്ഞത് സ്വർഗത്തിലേക്ക് മാത്രം ബാധകമല്ല, ഇവിടെയും എവിടെയും അൽമർഉ മനുഷ്യൻ മഅ മൻ അഹബ്ബ, അവരെ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചാൽ അവിടുത്തെ കൂടെയാണ്. അവിടുത്തെ കൂടെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടെ നടക്കൽ എന്നല്ല, അവിടുത്തെ മദ്ഹ് പറയൽ, അവിടുത്തെ പ്രശംസിക്കൽ, അവിടുത്തെ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യൽ. ഇതും ഒരു തെറ്റിദ്ധാരണ ചിലരിവിടെ പറഞ്ഞു പരത്താറുണ്ട്. മുഹമ്മദ് നബിയോടുള്ള പ്രിയം എന്ന് പറഞ്ഞാൽ അനുകരണമാണ്, പറഞ്ഞതൊക്കെ സ്വീകരിക്കലാണ്. ഒരിക്കലും അത് ശരിയല്ല. ഒരാൾ കൽപ്പിക്കുന്നത് മുഴുവനും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് നിഫാഖിന്റെ വിധത്തിലും ചെയ്യും, ചിലപ്പോൾ നിർബന്ധിതാവസ്ഥയിലും ചെയ്യും. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി അവനോട് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും ഓടാൻ പറയുമ്പോൾ ഓടുകയും ചെയ്താൽ ഇത് പോലീസുകാരനോടുള്ള മഹബത്തിൻ്റെ പേരിൽ അല്ല, അടികൊള്ളുമോ എന്ന പേടി കൊണ്ട് നിർബന്ധിതനായി ചെയ്യുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഈ പോലീസുകാരനോട് വെറുപ്പായിരിക്കും. അതുകൊണ്ട് ഒരാൾ പറയുന്നതൊക്കെ സ്വീകരിച്ചു, അതിവിടെ നടപ്പിൽ വരുത്തി എന്നതുകൊണ്ട് ആ ആളോട് പ്രിയം ഉണ്ട് എന്ന് പറയാനൊക്കില്ല. അത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുമുണ്ട്. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കണ്ടോ, വിജയിച്ച ആളുകൾ അവർക്ക് ആദ്യം വേണ്ടത് എന്താണ്? വല്ലദീന ആമനൂ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ. ഒന്നാമത്തെ കാര്യം വിശ്വാസം. രണ്ടാമത്തത് വഅസ്സറൂഹു ഐ അള്ളമൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചു, ആദരിച്ചു, അവിടത്തെ പ്രകീർത്തിച്ചു. അങ്ങനെ ഉള്ളവർ. വനസറൂഹു, മൂന്നാമതായി അവിടുത്തെ ദീനിനെ സഹായിക്കുക. അവിടത്തെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഹയാത്ത് കാലത്ത് അവിടുത്തെ സഹായിക്കൽ, ഹയാത്തിന് ശേഷം അവിടുത്തെ ദീനിനെ സഹായിക്കൽ. വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അവിടുന്ന് കൊണ്ടുവന്ന മാർഗത്തോട് അനുഗമിച്ചവർ. ഇത് നാലാമത്തതാ. ഈ അനുഗമിക്കൽ നാലാമത്തതാണ്. ഒന്ന് ഈമാൻ, രണ്ട് തഅ്ളീം, മൂന്നാമത്തത് നുസ്റത്ത്, നാലാമത്തത് ഇത്തിബാഅ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് ചെയ്യൽ മാത്രമാണ് നബിയുടെ പ്രിയം എന്ന് പറയുന്നതും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മാത്രം എന്ന് നാം സമ്മതിക്കുകയില്ല. അതും അനുഗമിക്കലും നബി തങ്ങളോടുള്ള പ്രിയത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് നബി തങ്ങളോട് അനുഗമിക്കേണ്ടതില്ലെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ സ്വീകരിക്കേണ്ടതില്ലെന്നോ അർത്ഥമില്ല. ഇബാദത്ത് ചെയ്യേണ്ടതില്ലെന്ന് അർത്ഥമില്ല. അത് ചില തെറ്റായ വാദമുള്ള ആളുകൾ നിങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളുകളാണ്, ഞങ്ങൾ ഉന്നത സ്ഥാനത്തെത്തിയവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കാരം വേണ്ട, ഞങ്ങൾക്ക് ഇബാദത്ത് വേണ്ട എന്ന് പറയുന്ന ചിലർ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. അത് തികച്ചും തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കൽപ്പന സ്വീകരിക്കണം, അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്ത് ഇവിടെ നിലനിർത്തണം, ഇബാദത്തുകൾ ചെയ്യണം, അനുധാവനം ചെയ്യണം. ഞങ്ങൾ അത് വേണ്ട എന്ന് പറയുന്നില്ല. മറിച്ച് നബി തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകരിച്ചുകൊണ്ട് അനുധാവനം ചെയ്യൽ മാത്രമാണ് ഹുബ്ബ്, പ്രിയം എന്ന് പറയുന്നത് തെറ്റാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തഅ്ലീം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരിക, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വരിക. എല്ലാ നിലക്കും അവിടത്തോടുള്ള തഅ്ലീം, ആ തഅ്ലീം കൂടി
ഉണ്ടാകുമ്പോൾ മാത്രമാണ് വിജയികളാകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നുവല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിൻ്റെ അടിത്തറയായ കലിമത്തു തൗഹീദ്, കലിമത്തു തൗഹീദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ രണ്ട് കലിമത്താണ്. എന്നാൽ ഈ രണ്ട് കലിമത്തിൽ തർത്തീബ് പ്രകാരം, കലിമത്തു തൗഹീദിൻ്റെ തർത്തീബ് പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആദ്യം, മുഹമ്മദുർ റസൂലുള്ളാഹയാണ് രണ്ടാമത്. എന്നാൽ നാം പഠിക്കേണ്ടുന്ന തർത്തീബ് മറിച്ചാണ്. നമ്മൾ പഠിക്കേണ്ടുന്ന തർത്തീബ് മറിച്ചാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിച്ചുകൊണ്ട് ആ മുഹമ്മദ് നബി എങ്ങനെ അള്ളാഹുവിനെ പഠിപ്പിച്ചു തന്നുവോ അതനുസരിച്ച് നാം പഠിക്കുകയും എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വഫ്ദ് അബ്ദുൽ ഖൈസ് ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. അങ്ങനെ പലതും ചോദിച്ചു. ആ ചോദ്യത്തിൽ ഉത്തരമൊക്കെ കിട്ടി. പോകുമ്പോൾ അമറഹും ബി അർബഈൻ വനഹാഹും അൻ അർബഈൻ, 4 കാര്യം കൊണ്ട് കൽപ്പിച്ചു, 4 കാര്യത്തെ തൊട്ട് അവരെ തടഞ്ഞു. സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ബുഖാരിയിൽ ഉണ്ട്, അത് മിഷ്കാത്തിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. 4 കാര്യം കൊണ്ട് കൽപ്പിച്ചു. ആദ്യമായി അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ. ഇതിൻ്റെ പദാർത്ഥം പറയുകയാണെങ്കിൽ എന്താണ്? അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കലാകുന്നു. ഇതാണ് ഇതിൻ്റെ പദാർത്ഥം. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ്, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, അൽ ഈമാനു ബില്ലാഹി വഹ്ദ എന്താണെന്ന് സഹാബികളെ നിങ്ങൾക്കറിയാമോ? ഈ ചോദ്യത്തിന് എന്താ കാരണം? ഇതിൻ്റെ പദാനുപദം അർത്ഥമല്ല ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. അതിന് പ്രത്യേകം ചില താല്പര്യമുണ്ട് എന്നതുകൊണ്ടാണല്ലോ അറബികളായ സഹാബികളോട് അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ എന്ന് ചോദിക്കുന്നത്. എന്നാൽ ഈമാൻ എന്ന പദത്തിൻ്റെ അർത്ഥവും വഹ്ദഹു എന്നതിൻ്റെ അർത്ഥവും അറബി ഭാഷയായതുകൊണ്ട് അറിയാവുന്ന സഹാബികൾ മറുപടി പറയുന്നത് അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കതറിയില്ല, അല്ലാഹു തആലയും റസൂലും അറിയും. നോക്കൂ നിങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നും വിശ്വസിക്കലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടിയതാണ് അൽ ഈമാനു ബില്ലാഹി വഹ്ദ എന്നത്. ഇത് രണ്ടും കൂടി കൂടിയതാണ് കലിമത്തു തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം കലിമത്തു തൗഹീദ് അല്ല. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? മക്ക മുശ്രിക്കുകൾ അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വലഇൻ സഅൽതഹും മൽ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമിയെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അല്ലാഹു അവരെ സംബന്ധിച്ച് പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല എന്നാണ്. എന്താണ് ഇതിന് കാരണം? അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചില്ല. ആ മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്തതുപോലെ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയില്ല. ആ മുഹമ്മദ് നബിയിൽ നിന്ന് പഠിച്ച സഹാബികൾ അവർ പറഞ്ഞു കൊടുത്തതുപോലെയും അവർ അംഗീകരിച്ചില്ല. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസു, കണ്ടില്ലേ?
കമാ ആമനൻ നാസു, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹും ഇവരൊക്കെ വിശ്വസ്തത പോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അനുമിനു കമാ ആമന സുഫഹാഉ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണോ എന്നാണ് ഇക്കൂട്ടർ ചോദിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വേണം. നബിയിൽ നിന്ന് മനസ്സിലായത് സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം. സ്വഹാബത്തിൽ നിന്ന് മനസ്സിലായത് അതിൻ്റെ ശേഷമുള്ളവരിൽ നിന്ന് മനസ്സിലായിട്ട് വേണം. അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അപ്പോൾ ഷഹാദത്ത് കലിമയുടെ 2 കലിമയിൽ ഒന്നാമത്തെ കലിമത്ത് പഠിക്കണമെങ്കിൽ 2ാമത്തെ കലിമത്ത് ആദ്യമായി പഠിക്കണം. അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. ആ നബി തങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കണം, ഗ്രഹിക്കണം. അവിടുന്ന് പഠിപ്പിച്ച് തന്നതുപോലെ അള്ളാഹുവിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതയും സ്ഥാനവും മഹത്വവും എത്ര ഉണ്ട് എന്ന്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവൻ ഈമാനില്ലാത്തവൻ തന്നെ. കുൽ അയ മഹബൂബ്, ആ ഫർമായിയെ, കുൽ നബിയെ, ബഹുമാനപ്പെട്ട നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുക. എന്ത്? ഇന്നമാ അന ബശറുൻ, തീർച്ചയായും ഞാൻ മനുഷ്യനാണ്, മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ. അർത്ഥം വെച്ച് തെറ്റിക്കുകയാണ് എതിരാളികൾ. ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്, അങ്ങനെ അതിനർത്ഥമില്ല. ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്ന അർത്ഥം വെക്കൽ. അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ്. ഞാൻ മലക്ക് അല്ല, ഞാൻ ജിന്ന് അല്ല, ഞാൻ മറ്റൊരു ജീവിയും അല്ല, ഞാൻ മനുഷ്യനാണ്. നിങ്ങളൊക്കെ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യനാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്ത് നമ്മൾക്കാർക്കെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഈ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇല്ല. ഈ പറയുന്നവരുടെ പിതാക്കന്മാർക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടില്ല. ഒരൊറ്റ വ്യക്തിക്ക് മാത്രം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അതെന്തിനാണ് ഇറങ്ങിയത്? ചില ആളുകൾ പറയും യൂഹാ ഇലയ്യ എന്നുള്ളത് കൊണ്ട് ബയാൻ ചെയ്യുന്നത്. അവിടേക്ക് പോണ്ട, ഇത് തന്നെ കിട്ടും. യൂഹാ ഇലയ്യ എന്നുള്ളത് അതിന് ശേഷം പറയുന്നുണ്ട്, അത് വ്യക്തമായ ബയാൻ തന്നെ, അത് പറയേണ്ടതില്ല. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും എന്ന് പറയാൻ നമ്മൾക്കാർക്കെങ്കിലും ആയത്തിറങ്ങിക്കണോ? ആർക്കെങ്കിലും വഹി ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. അത് നബി തങ്ങൾക്ക് മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഇറങ്ങിയത്? അത് അവർ പറഞ്ഞു മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനാണ്. അല്ല, റസൂലായിരുന്നുവെങ്കിൽ നമ്മെപ്പോലെ നടക്കാൻ പാടില്ലായിരുന്നു, ആളുകളുടെ ഇടയിൽ ഇറങ്ങി ഇടപഴകാൻ പാടില്ലായിരുന്നു. അതെല്ലാം ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും ആ മുഹമ്മദ് നബിയല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അതിന് ഖണ്ഡനമായി പറഞ്ഞതാണ് നബിയാകാൻ അങ്ങനെ ഒരു ഷർത്തില്ല. മനുഷ്യൻ തന്നെയാണ് നബി, ഞാനും മനുഷ്യനാണ്. പക്ഷേ യുഹാ ഇലയ്യ, എന്നെക്കുള്ള വഹി അറിയിക്കപ്പെടുന്നു, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് എന്ന് എന്നെക്കുള്ള വഹി അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത് തികച്ചും അത് കുഫ്രിയത്താണ്. സാധാരണ മനുഷ്യനല്ല, സാധാരണ ഒരു നബിയും അല്ല, സാധാരണ ഒരു റസൂലും അല്ല.
അതിൻ്റെ എല്ലാറ്റിലും മഹോന്നതമായ സ്ഥാനം, ദുനിയാവിലും ആഖിറത്തിലും മഹോന്നതമായ സ്ഥാനം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. സൃഷ്ടികളിൽ വച്ച് ഏറ്റവും അക്രം, ഏറ്റവും മഹത്വമുള്ള ആൾ, അത്ഖാക്കും, സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ള ഒരേ ഒരു വ്യക്തിയാകുന്നു. ഏറ്റവും അക്രമ്, ഏറ്റവും തഖ്വയുള്ള ഒരേ ഒരു വ്യക്തി. തഖ്വ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ, രണ്ടാൾ തഖ്വ ഉണ്ടാവൂല. അപ്പൊ അക്രമം രണ്ടാളില്ല. ആരാണ് ഈ തഖ്വയായ ആൾ? അലമുക്കും ബില്ലാഹി വഅഖ്ശാക്കും വഅത്ഖാക്കും അനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നവൻ ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഞാൻ തന്നെയാണ്, അള്ളാഹു തആലാക്ക് തഖ്വ ചെയ്യുന്നവനും ഞാൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും അക്രം അലമുക്കും ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും അറിയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നത് ആ അറിയുന്ന ആൾ, ഇന്ന അക്രമക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഒരേ ഒരു വ്യക്തി, അത്ഖാക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും അത്ഖയായ ഒരേ ഒരു വ്യക്തിയാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങളെ പോലെ മറ്റൊരു മനുഷ്യൻ ഇല്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന ആയത്ത് കൊണ്ട് വളരെ വ്യക്തമായി നബി തങ്ങളെ പോലെ മറ്റൊരു മനുഷ്യനില്ല എന്ന് നമുക്കിവിടെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നു. എന്തിൽ? ഇൽമ്, ഹിൽമ്, തഖ്വ, ഖശിയത്ത്, സഹാബത്ത്, അഖ്ല്, ഫഹ്മ്, തദ്ബീർ, തഫക്കുർ, ഇഹ്സാൻ, തഅലീം, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടാകുന്ന എല്ലാ സൽഗുണങ്ങളും അതിൻ്റെ പൂർണ്ണദശയിൽ ഒരുമിച്ച് കൂടിയ ഒരേ ഒരു വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു യുക്തിവാദി ചോദിച്ചാൽ അവനോടും സമർത്ഥിക്കാൻ കഴിയുന്ന വിധത്തിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് വെറും ഒരടിച്ചേൽപ്പിക്കലല്ല. ഏതൊരു യുക്തിവാദി വന്നിട്ട് ചോദിക്കുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം, ഏറ്റവും മഹബത്ത് വേണമെന്ന് പറയാൻ കാരണം എന്താണ്, ഞാനത് സമ്മതിക്കൂല എന്നൊരു യുക്തിവാദി പറഞ്ഞാൽ നമുക്ക് അവൻ്റെ മുമ്പിൽ സമർത്ഥിക്കാൻ കഴിയും. ഹുബ്ബ്, പ്രിയം പ്രകൃതിയായി ഉണ്ടാവാനുള്ള കാരണങ്ങൾ അൽ കമാലു വൽ ജമാലു വൽ ഇഹ്സാനു വൽ ഖറാബ, ഇങ്ങനെ നാലായി വിവരിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ 4 കാര്യം ഏറ്റവും അധികം പൂർണ്ണമായ നിലയിൽ ഉള്ളത് ഒരേ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അൽ കമാൽ, പരിപൂർണത, അതാണ് ഞാൻ പറഞ്ഞത്. അറിവിലുള്ള പരിപൂർണത, തഖ്വയിലുള്ള പരിപൂർണത, ധർമ്മം ചെയ്യുന്നതിലുള്ള പരിപൂർണത. അങ്ങനെ ഒരു മനുഷ്യനിൽ എന്തെല്ലാം പരിപൂർണത വരാമോ അതിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഉള്ളത്. അതിലാർക്കും തർക്കമില്ല. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം?
നിസ്സംശയം നബിയെ തങ്ങൾ ലഅലാ ഖുലുഖിൻ അളീം, അഖില ലോകമാസകലം ഉള്ള മുഴുവൻ ജനങ്ങൾക്കും നൽകപ്പെട്ട സൽസ്വഭാവങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നവരെ പോലെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടവും ഉടമസ്ഥരും തങ്ങളാണ് നബിയേ. വഇന്നക ലഅലാ ഖുലുഖിൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. വഇന്നക ലദൂ ഖുലുഖിൻ അദീം എന്നല്ല. ഹാഫിളുകളോട് ഞാൻ വെറുതെ തനബ്ബുഹാവാൻ വേണ്ടി ചോദിച്ചതാണ്. ലദൂ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമുള്ള ആളെന്നേ വരുള്ളൂ. ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ലക്ഷത്തിൽ പരം വരുന്ന അംബിയാ മുർസലുകളും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും സൽസ്വഭാവികളും എല്ലാ സൽസ്വഭാവികളുടെയും തൽസ്വഭാവം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടുത്തെ സൽസ്വഭാവത്തിൻ്റെ മുകളിൽ അതിനെ എല്ലാറ്റിൻ്റെയും മേലെയുള്ള സൽസ്വഭാവമാണ് നബിയെ തങ്ങളുടെ സ്വഭാവമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ സൽസ്വഭാവത്തിലും അറിവിലും, അറിവ് കണ്ടില്ലേ, ഉതീതു ഖദായിറ സമാവാതി വൽ അർളി ഫവദിഅതു ഫീ യദീ, ആകാശങ്ങളിലും ഭൂമിയിലും അഖില ലോകത്തുമുള്ള മുഴുവൻ വസ്തുക്കളും അതിൻ്റെ അറിവുകളെല്ലാം ഒരു കയ്യിൻ്റെ അടിയിൽ വെക്കപ്പെട്ടതുപോലെ എനിക്ക് നൽകപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു. ഇമാം ബൈഹഖി തങ്ങൾ തൻ്റെ ദലായിലുൻ നുബുവത്ത് എന്ന കിതാബിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിനെ സംബന്ധിച്ച് ബാബു ജമാഇ ഇഖ്ബാരിഹി ബിൽ ഗൈബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദൃശ്യമായ അഗോചരമായ വസ്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ദലായിലുൻ നുബുവത്തിൽ ഇമാം ബൈഹഖി പ്രത്യേകമായ അധ്യായം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കാണാം ഉതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, എനിക്ക് അവ്വലീങ്ങളുടെ ഇൽമ നൽകപ്പെട്ടു, ആഖിരീങ്ങളെ ഇൽമ നൽകപ്പെട്ടു. അത് നബി അലൈഹിസ്സലാമിൻ്റെ അവിടം മുതൽക്ക് മുഴുവൻ ആളുകളുടെയും ഇൽമ എനിക്ക് നൽകപ്പെട്ടു, എല്ലാവരുടെയും അറിവ് എനിക്ക് നൽകപ്പെട്ടു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു. വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർളി വലിയകൂന മിനൽ മുഖിനീൻ. നുരി ഇബ്രാഹിമ, തൗഹീദിൻ്റെ തെളിവുകൾ, വകദാലിക തൗഹീദിൻ്റെ തെളിവുകൾ, അള്ളാഹുവിൻ്റെ ആത്തിക്യത്തെയും അള്ളാഹുവിൻ്റെ വജൂദിനെയും അവൻ്റെ ഏകത്വത്തെയും പഠിപ്പിക്കുന്ന നിരവധി നിരവധി തെളിവുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്മൾ കൊടുത്തതുപോലെ നുരി ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. മലകൂതസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ആകാശഭൂമിയിൽ മറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനോ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അപ്പുറത്തുമുള്ള എല്ലാവരുടെയും ഇൽമും ആകാശത്തിനും അപ്പുറത്തുമുള്ള ഇൽമുകളും എന്നല്ല മായക്കൂനുവമാക്കാന, ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായ എല്ലാ ഇൽമുകളും കൊടുക്കപ്പെട്ടു. അങ്ങനെ ഇൽമിൻ്റെ വിഷയത്തിൽ ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കർമി. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, എല്ലാ നബിമാരുടെയും മേലെ ഖൽഖ്, സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ, അതുപോലെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. ലോകത്ത് ഒരു പ്രിയം വെക്കപ്പെടാനുള്ള ഒരു വസ്തു ഭംഗിയാണ്. എന്നാൽ ഏറ്റവും അധികം ഭംഗിയുണ്ടായിരുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. പക്ഷേ യൂസുഫ് നബിയുടെ ഭംഗി, ജമാലു സീനത്ത്, ഈ കാണുന്ന ബാഹ്യമായ ഭംഗിയാണ്.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇജ്തമഅ ഫീഹി ജമാലു സീനത്തി വ ജമാലുൽ ഹൈബത്തി, ഹൈബത്തിന്റെ ജമാലും സീനത്തിന്റെ ജമാലും രണ്ടും ഒരുമിച്ച് കൂടി. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് വസ്ഹബു സലീഖ ലൗ റഅയ്ന ജബീനഹു ലഅഥർന തഖ്തീഅൽ ഖുലൂബി അലൽ ഐദി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ കൈമുറിച്ചതായ പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗി എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അവർ ഹൃദയത്തെ തന്നെ മുറിച്ചു പോകുമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഭംഗി അത് ഈ ബാഹ്യമായ ഭൗതികമായ ഭംഗിയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിന് ഹൈബത്തിൻ്റെ ഭംഗിയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹാബികൾ അവിടത്തോട് ചോദിക്കാനുള്ള വലിയ പേടിയും വലിയ ഹൈബത്തിൻ്റെ അവസ്ഥയും ഉണ്ടായിരുന്നത്. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, പിന്നെ രണ്ടാമത് തുല്യതൈനിയുടെ ചോദ്യം കൊണ്ട് അതിലേക്ക് തന്നെ മടങ്ങി സഹുവിൻ്റെ സുജൂദുണ്ടെന്ന് പഠിപ്പിക്കാനും മറ്റ് ശർഅ് പഠിപ്പിക്കാനും അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് അങ്ങനെ സംഭവിച്ച ആ സംഭവം പറയുമ്പോൾ സഹീഹുൽ ബുഖാരി പറയുന്നത് കാണാം, വഫിൽ ഖൗമി അബൂബക്കറിൻ വ ഉമറു ഫഹാബാ അൻ യസ്അലഹു. അവിടെ തുല്യതൈനി ചോദിച്ച സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നു ഖത്താബും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുക്കൽ റസൂലുള്ളാഹിന്റെ ഹൈബത്ത് വളരെ വലുതായതുകൊണ്ട് ആ ഹൈബത്തിൻ്റെ കാരണത്താൽ അവർ രണ്ടാളും ചോദിച്ചില്ല. അങ്ങനെ അവിടുത്തെ ഹൈബത്ത്, അവിടുത്തെ മഹത്വം അതും കൂടി ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ ഭംഗിയായിരുന്നു. പിന്നീട് ഇഹ്സാൻ, അവിടുന്ന് ചെയ്ത ഗുണം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ചെയ്ത ഗുണം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പരിശുദ്ധ ഖുർആൻ ഓതി തന്നു. യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. അതിൻ്റെ തജ്വീദും അതിൻ്റെ ഖാനൂനും അതിൻ്റെ നിയമങ്ങളും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു തന്നു. പിന്നെയോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ്? വയുസക്കീഹിം, ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. എന്തിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ച് എനിക്ക് ഒരു ചോദ്യത്തെ ഒറ്റ മറുപടി കിട്ടണമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് യുസക്കീഹിം തന്നെ, തസ്കിയത്ത് ചെയ്യുക, മനുഷ്യൻ്റെ ഹൃദയത്തെ നീതനികൃഷ്ടമായ എല്ലാ ചിന്താഗതികളിൽ നിന്നും എല്ലാ വികാരങ്ങളിൽ നിന്നും എല്ലാ പ്രവർത്തികളിൽ നിന്നും മനുഷ്യനെ ശുദ്ധീകരിച്ച് സംരക്ഷിച്ച് വളരെ നല്ല ആളാക്കി കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹിക്മത്ത് എന്നതിന് ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തഫ്സീർ കാണാം, മാ യംനഉ ലിനഫ്സിഹി വയദ്ഫഉ അൻ ദുർരിഹി, ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഉപകാരപ്രദമായതും അവന് ഉപദ്രവമായി അത് തടുക്കേണ്ടതും ആയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ മരുന്ന്, ചികിത്സ തുടങ്ങി മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ചികിത്സകൾ അടക്കം, ശാരീരികമായ മരുന്ന് അടക്കം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തു. കൃഷിയും കച്ചവടവും പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ ഒരു വ്യക്തിക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയുണ്ട് അത് മുഴുവനും പഠിപ്പിച്ചു കൊടുത്തു. കച്ചവടം പഠിപ്പിച്ചു കൊടുത്തു, കൃഷി പഠിപ്പിച്ചു കൊടുത്തു, തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തു, മറ്റെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അതെല്ലാം പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് യുസക്കീഹിം,
അവരെ ശുദ്ധിയാക്കി കൊടുക്കുന്നു, നരകത്തിൽ കടക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നു. ഇതിൻ്റെ അപ്പുറം ഇനി എന്താണ് ഇഹ്സാന് ചെയ്യാനുള്ളത്? അതുകൊണ്ട് തന്നെ അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ, മനുഷ്യൻ ഇഹ്സാനിൻ്റെ അടിമയാകുന്നു എന്ന് പറയപ്പെടുന്ന നിലക്ക് കണ്ടില്ലേ, അശ്റഖ ബൈത്തിൽ അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ. അബ്ദുക്കൽ മിസ്കീനു, അങ്ങയുടെ മിസ്കീനായ അടിമ എന്ന് നാം അള്ളാഹുവിൻ്റെ ഹബീബിനോട് അഭിസംബോധനം ചെയ്യുന്നത് അവിടുന്ന് നമുക്ക് ചെയ്ത ഇഹ്സാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം ഒരുമിച്ചുകൂടി ഈ ഇഹ്സാനും ഈ ഇൽമും ഈ തഖ്വയും ഈ ബുദ്ധിയും ഇവിടുത്തെ ധർമ്മിഷ്ഠതയും എല്ലാം ഒരുമിച്ച് കൂട്ടിയാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅഹ്സന മിൻക ലം തറഖത്തു ഐനുൻ വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. വഅഹ്സന മിൻക ലം തറഖത്തു ഐനുൻ വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ഇത് ഏതെങ്കിലും രാജാക്കന്മാരുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ അടിമകളും പ്രജകളും കാശ് കിട്ടാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി പദ്യങ്ങൾ ചൊല്ലി അവരെ സന്തോഷിപ്പിക്കുന്നത് പോലെ ചൊല്ലിയതല്ല, അങ്ങനെയാണ് ചൊല്ലിയത് എന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞപ്പോൾ നബി അതിന് മുണ്ടാതിരുന്നു എന്നാണ് വരിക. അങ്ങനെ വന്നാൽ അവൻ മുർത്തദ്ദും ഇസ്ലാമിൻ്റെ പുറത്തുമായി പോകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് തന്നെയാണ് ഈ സ്വഹാബികൾ ഇത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് അത് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. വഅഹ്സന മിൻക ലം തറഖത്തു ഐനുൻ, അങ്ങയെപ്പോലെ നല്ല ഒരു മനുഷ്യനെ ഒരു കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല നബിയെ. അങ്ങയെപ്പോലെ നല്ല ഒരു മനുഷ്യൻ ഇൽമിലും തഖ്വയിലും അതുപോലെ ബുദ്ധിയിലും തന്നേടത്തിലും ധർമ്മത്തിലും ഭംഗിയിലും എല്ലാ വിഷയത്തിലും തങ്ങളെപ്പോലെ മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരാളെ ഒരു ഉമ്മ പ്രസവിച്ചിട്ട് പോലുമില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ ഐബിൽ നിന്നും പരിശുദ്ധമായ നിലക്കാണ് അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടത്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, അവിടുന്ന് ഉദ്ദേശിച്ചതുപോലെ അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെയാണ് കണ്ടാൽ മനസ്സിലാവുക, അറിയാൻ കഴിയുക എന്ന് സഹാബി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത് അംഗീകരിച്ചില്ലേ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദ്ഹ് പറയാൻ, അവിടുത്തെ പ്രശംസിക്കാൻ, അവിടുത്തെ പ്രകീർത്തിക്കാൻ ഒരു പ്രത്യേകമായ മിമ്പർ തന്നെ, ഒരു സ്റ്റേജ് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ആ സ്റ്റേജിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവിടത്തെ സംബന്ധിച്ച് ആരോപണം പറയുന്ന, കള്ളത്തരങ്ങൾ പറയുന്ന ഖുറൈശികളായ ചിലരുണ്ട്. ആ ചിലർക്ക് മറുപടി പറയാനും കൂടി ഹസ്സാൻ ഇബ്നു സാബിത്ത് അങ്ങ് ഒരുങ്ങിയപ്പോൾ അവിടുന്ന് ചോദിച്ചില്ലേ, യാ ഹസ്സാൻ ഇന്നക തഹ്ജു ഖുറൈശൻ വഅന മിനൽ ഖുറൈശ്, നീ ഖുറൈശികളെ ആക്ഷേപിക്കുന്നു, അതിൽ തുടങ്ങിയിരിക്കുന്നു, ഞാൻ ഖുറൈശിയല്ലേ. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ലഅസുല്ലന്നക കമാ യുസല്ലുൽ ഖൈതു മിനൽ അജീൻ, ഓ ഹബീബായ നബിയെ, ഏറ്റവും മാർദ്ദവമേറിയ മയമേറിയ ഗോതമ്പപ്പൊടിയിൽ നിന്ന് ഒരു നല്ല മിനുസമുള്ള രോമം
തടസ്സമില്ലാതെ വലിച്ചെടുക്കുന്നത് പോലെ അങ്ങയെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കും നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട ബൈത്തുകളാണ് ഞാൻ ചൊല്ലിയത്. വഅഹ്സന മിൻക ലം തറ ഖത്തു ഐൻ വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ആ സമയത്ത് അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സി, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സി. എൻ്റെ യാഥാർത്ഥ്യം, എൻ്റെ ഹഖീഖത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണം അല്ലാ, റൂഹുൽ ഖുദ്സിനെ കൊണ്ട് ശക്തിപ്പെടുത്തണം അല്ലാ എന്ന് അവിടുന്ന് ദുആ ചെയ്തില്ലേ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അല്ലാഹുവിൻ്റെ വഹ്യ് കൂടാതെ ഒരു വാക്ക് പോലും സംസാരിക്കുകയില്ലെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഈ മദ്ഹ് ചെയ്ത ആൾക്ക് ദുആ ചെയ്തു കൊടുക്കുന്നത്? അതെങ്ങനെ തെറ്റാകും? അതെങ്ങനെ മോശമായി പോകും? ഒരിക്കലും ആവില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറയാൻ അനുവദിച്ചു, പഠിപ്പിച്ചു. എത്ര പറയാൻ കഴിയും? ആരെക്കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയും? അഖില്ലായ മൻ യുഹ്സി മദ്ഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഊ. അബൂബക്കർ റഷീദുൽ വാഇദുൽ ബഗ്ദാദി തൻ്റെ വിദ്രിയയിൽ പറഞ്ഞു, അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി. ഓ സഹോദര, റസൂലുള്ളാഹിന്റെ മദ്ഹ് ആരെക്കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയും? വഫീ കുതുബിഹി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഊ. തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഫുർഖാനുൽ അലീം, എല്ലാ കിതാബുകളും അവിടുത്തെ മദ്ഹ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഒരു മനുഷ്യന് മദ്ഹ് പറയാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറയാൻ വേണ്ടി മാത്രം വല്ലുഹാ വല്ലൈലി മുതൽക്ക് മുഴുവൻ സൂറത്തുകളെയും അള്ളാഹു തആല കൊണ്ടുവന്നു. വല്ലുഹാ വല്ലൈലി മുതൽ എല്ലാ സൂറത്തുകളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രത്യേകമായ മദ്ഹുകൾ പറയുകയാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. വല്ലുഹാ, ളുഹാ വഖത്ത്, സൂര്യൻ ഉദിച്ച് നല്ല പോലെ വെളിവായ സമയം. വല്ലൈലി, രാത്രി, ഇരുട്ടുള്ള രാത്രി. ഇത് രണ്ടുകൊണ്ടും സത്യം ചെയ്യുന്നു. ഇതേ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുർ റാസി തങ്ങൾ എടുത്ത് മറ്റൊരു തഫ്സീർ കൂടി പറഞ്ഞു. വല്ലുഹാ, അങ്ങയുടെ പ്രശോഭിതമായ മുഖം കൊണ്ട് സത്യം. അങ്ങയുടെ പ്രശോഭിതമായ ലംഘുന്ന മുഖം. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി എന്ന് പറയുന്ന ആ വജ്ഹുകൽ വല്ലാഹ്, ഏറ്റവും പ്രശോഭിതമായ ആ മുഖം. വല്ലുഹാ വല്ലൈലി, അവിടുത്തെ ഷറഫാക്കപ്പെട്ട തലമുടി, നല്ല കറുത്ത തലമുടി. ആ കറുത്ത തലമുടി നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലെ മുടി കറുത്ത മുടിയായിരുന്നു. പിന്നീട് ഒരൽപ്പം രോമങ്ങൾ നരക്കാൻ തുടങ്ങി. അത് ശമായിൽ തിർമിദി തുടങ്ങിയ കിതാബുകളിൽ വിവരിച്ച് കാണാം. സഹാബികൾ എണ്ണി നോക്കിയിട്ട് 17 ആണെന്നും 18 ആണെന്നും 21 ആണെന്നും 23 ആണെന്നും ഇങ്ങനെ ചെറിയ ചെറിയ എണ്ണമാണ്. ഏതായാലും അതാണ് നരച്ച മുടി. ബാക്കിയുള്ളത് പിന്നെയും കറുത്തത് തന്നെ. അത് ഭംഗിയാണ്. വല്ലൈലി, അതാ വല്ലുഹാ വല്ലൈലി, കറുത്ത രോമം. ആ കറുത്ത രോമം, തലയിലുള്ള രോമം. അതുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. സത്യം ചെയ്യണമെങ്കിൽ ആ സാധനം മുഅല്ലമായിരിക്കണം, ബഹുമാനമുള്ളതായിരിക്കണം. അതിലാർക്കും സംശയമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കൊണ്ടും അവിടുത്തെ
സർഫാക്കപ്പെട്ട ഷഅർ കൊണ്ടും മാത്രമല്ല അള്ളാഹു സത്യം ചെയ്തത്. ലം യുഖ്സിം മിനൽ അംബിയായി ബി അഹദിൻ മിനൽ അംബിയാ, അംബിയാക്കളിൽ നിന്ന് ഒരു നബിയെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടില്ല. ഇല്ലാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയെ കൊണ്ടല്ലാതെ ഒരൊറ്റ നബിയെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല, മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല, മറ്റൊരു നബിയെ കൊണ്ടും സത്യം ചെയ്തിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സത്യം ചെയ്തു. ഫഖാൽ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ ലഅംറുക ഉഖ്സിമു ബിബദനിക ഉഖ്സിമു ബിജസദിക യാ റസൂലല്ലാഹ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൊണ്ട്, നബി തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ജസദ് കൊണ്ട് സത്യം ചെയ്തു. അങ്ങനെ മറ്റൊരു നബിയെ കൊണ്ടും സത്യം ചെയ്തിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം അവിടുത്തെ മദ്ഹുകൾ പറയുന്നു. വല്ലുഹ വല്ലൈലി ഇദാ സജാ, അവിടെയും മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്പസമയം വഹ്യ് നിന്നു പോയിരുന്നു. ആ സമയത്ത് നബി തങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചു എന്നും ഇനി ഉണ്ടാവുകയില്ലെന്നും ദുഃഖത്തിലാണെന്നും പറഞ്ഞ സമയത്ത് അല്ലാഹു തആല അതിന് മറുപടി പറയുന്നു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഒരിക്കലും തങ്ങളുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, തങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടും ഇല്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. അവരെന്തോ പറഞ്ഞുകൊള്ളട്ടെ, അവർ പറയുന്നത് തങ്ങൾ നോക്കണ്ട, തങ്ങൾക്ക് ആഖിറമാണ് ഖൈറ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലഹ, തീർച്ചയായും തങ്ങൾക്ക് അല്ലാഹു തആല തന്നുകൊണ്ടേ ഇരിക്കും. തീർച്ചയായും അല്ലാഹു തആല തങ്ങൾക്ക് ധാരാളമായി തന്നുകൊണ്ടേ ഇരിക്കും. ഫതർലാ, അതുകൊണ്ട് തങ്ങൾ പൊരുത്തപ്പെടുകയും ചെയ്യും. തന്നുകൊണ്ടേ ഇരിക്കും, തങ്ങൾ പൊരുത്തപ്പെടുകയും ചെയ്യും. എന്താണ്? അല്ലാഹു തആല കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിന് എന്താണോ ഇഷ്ടമുള്ളത് അത് മുഴുവനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല, ചുരുക്കി പറയട്ടെ. നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ കഅബത്തിന് മുന്നിടണമെന്ന കൽപ്പന ഇതെന്തിനു വന്നു? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ, കഅബത്തിലേക്ക് നിസ്കാരത്തിൽ തിരിയണമെന്ന ഓർഡർ വരുന്നുണ്ടോ എന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായി അള്ളാഹു അറിയുന്നു നബിയെ. മദീനയിൽ ചെന്നപ്പോൾ 16 മാസം അല്ലെങ്കിൽ 17 മാസം ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നത്. ആ സമയത്തെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഖിബിലയായ കഅബ തന്നെ കിട്ടണമെന്ന് നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ, തങ്ങൾ കഅബത്തിലേക്ക് തിരിയാനുള്ള ഓർഡർ വരുന്നോ എന്ന് പ്രതീക്ഷിക്കുന്നതായി അള്ളാഹു അറിയുന്നു നബിയെ. എന്നാൽ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങൾ ഏത് ഖിബിലയെ ആണോ പൊരുത്തപ്പെടുന്നത് ആ ഭാഗത്തേക്ക് തങ്ങളെ നാം തിരിക്കുന്നു. ആകയാൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് തിരിയുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു വ്യക്തിക്ക് കുറേ മക്കളുണ്ട്, കുറേ വീടുകളുണ്ടാക്കി, ഓരോ മക്കളോടും പറഞ്ഞു നീ അവിടെ പോയി താമസിച്ചോ, അവിടെ പോയി താമസിച്ചോ, എന്നിങ്ങനെ ഓർഡിനൻസ് പുറത്താക്കി. അവനിട്ടുണ്ടോ അല്ലേ എന്നൊന്നും നോക്കുന്നില്ല. ഒരു മകനോട് പറയുന്നു, മകനെ നീ ഇപ്പോൾ താമസിക്കുന്ന വീടല്ല, ഇന്ന വീടാണ്,
നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ബാപ്പയായ എനിക്കറിയാം. എന്നാൽ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യാനാണ് ബാപ്പ തീരുമാനിച്ചിട്ടുള്ളത്. നീ അവിടെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മക്കളെക്കാൾ എത്രമാത്രം വ്യത്യാസമുണ്ട് ഈ മകനോടുള്ള സ്നേഹം. അതുപോലെ അല്ലാഹുവിൻ്റെ ഹബീബിന് അറിയാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് പറയുകയല്ല, മറിച്ച് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബിലയിലേക്ക്, തങ്ങൾ ആഗ്രഹിക്കുന്ന ഖിബിലയിലേക്ക്, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇന്നു മുതൽ കഅബത്തിലേക്ക് തിരിയുക എന്നാണ് ഓർഡർ വരുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് എന്ത് പൊരുത്തപ്പെടുന്നുവോ ആ പൊരുത്തപ്പെടുന്നത് മുഴുവനും അല്ലാഹു തആല പൊരുത്തപ്പെടുന്നു. അല്ലാഹു എന്ത് പൊരുത്തപ്പെടുന്നുവോ അത് മുഴുവനും അല്ലാഹുവിൻ്റെ ഹബീബ് പൊരുത്തപ്പെടുന്നു. അതുകൊണ്ടാണ് ഹബീബായത്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്, അമ്പിയാക്കന്മാരുടെ മൗലിദ് നടത്തുകയായിരുന്നു മസ്ജിദുൻ നബവിയിൽ. ഒരിക്കൽ സഹാബികൾ അമ്പിയാക്കളുടെ മൗലിദ് നടത്തുകയായിരുന്നു മദീനത്തെ പള്ളിയിൽ വെച്ച്. ആ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ മൗലിദ് മൗലൂദ് എന്നൊക്കെ പേര് വെക്കാൻ കാരണം അതൊന്നും ആളുകൾക്കറിയില്ല. അത് ജുസ്ഇന്റെ പേര് കൊണ്ട് കുല്ലിന് പേര് വെച്ചതാണ്. അത് ആലിമീങ്ങൾക്ക് അറിയും. അതായത് ഇന്ന് നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള മൗലിദ് കിതാബുകൾ എടുത്തു നോക്കൂ. മങ്കൂസ് മൗലൂദ്, ഷറഫൽ അനാം തുടങ്ങി, ബർസഞ്ചി തുടങ്ങി ഒരുപാട് മൗലിദ് കിതാബുകളുണ്ട്. അവിടെയെല്ലാം പ്രധാനമായി പറയപ്പെടുന്നത് നബിതങ്ങൾ ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങളും ഗർഭം ധരിക്കപ്പെട്ട സമയത്തുള്ള അത്ഭുതങ്ങളും അതിനുശേഷം ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങളും ആണ്. കാരണം നബുവത്തിൻ്റെ ശേഷം ഇന്ന അത്ഭുതം ഉണ്ടായത് പറയേണ്ടതില്ലല്ലോ. ആ നബി ജനിക്കുന്ന സമയത്ത്, ഗർഭം ധരിച്ച സമയത്ത് ഉണ്ടായ അത്ഭുതങ്ങൾ, അതാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് സാധാരണ ഈ കിതാബുകളിലൊക്കെ അധികം പറയാറുള്ളത്. അതുകൊണ്ട് മൗലിദ് മൗലൂദ് എന്ന് പേരായി. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന അധ്യായത്തിൽ ഇമാം സുയൂത്തി തൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക, അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുക, പ്രശംസിക്കുക, അതിൻ്റെ പേരാണ് മൗലിദ് മൗലൂദ് എന്നൊക്കെ പറയുന്നത്. അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇതെവിടെ നടന്നു? മദീനത്തെ പള്ളിയിൽ അമ്പിയാക്കളെ മൗലൂദ് നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ വരുമ്പോൾ സഹാബികളെല്ലാം കൂടി അമ്പിയാക്കളെ മൗലൂദ് ഓതുകയാണ്. ഇത് കേട്ടപ്പോൾ എന്തൊക്കെയാണ് അവർ ഓതുന്നത് എന്നൊന്ന് കേൾക്കാൻ വേണ്ടി അവിടെ കുറച്ച് പിന്തി നിന്നു. എല്ലാം കഴിഞ്ഞു. കഴിയാറായപ്പം ഇങ്ങോട്ട് കടന്നു വന്നിട്ട് അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖലീലുല്ലാഹി എന്ന് പറഞ്ഞു. സമീഅതു അന്നകും തഖൂലൂന അന്ന ഇബ്രാഹിം ഖലീലുല്ലാഹ് വഅൻ മൂസ കലീമുല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇങ്ങനെ പ്രഗത്ഭരായ അമ്പിയാക്കളെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ പറഞ്ഞത് കേട്ടു. അതെല്ലാം ശരിയാണ്. എന്നാൽ ആ മൗലിദിലേക്ക് എൻ്റെ ഒരു മൗലിദും കൂടി ഞാൻ കൂട്ടിച്ചേർത്തി തരാം. അതാ പറയുന്നു, അന ഖലീലുല്ലാഹി വ ഹബീബുല്ലാഹി, ഞാൻ അല്ലാഹുവിൻ്റെ ഖലീലാണ്, അതിന് പുറമേ ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബുമാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് ആയിക്കഴിഞ്ഞതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതെല്ലാം അല്ലാഹു ചെയ്തു കൊടുക്കും.
അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ നബി തങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. അങ്ങുമിങ്ങും ഇഷ്ടപ്പെടുന്നു. ആ മഹത്തായ സ്ഥാനത്തിലേക്ക് എത്തിപ്പോയി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദർജ എല്ലാ അമ്പിയാക്കളെക്കാളും അധികമായി, എല്ലാ അമ്പിയാക്കളെക്കാളും കൂടുതലായി. ഇത് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലേക്കും ഉണ്ട്. അതിലേക്ക് കൂടി സൂചനയായി അല്ലാഹു പറഞ്ഞു, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാക, തീർച്ചയായും നബിയെ തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞു, അൽ കൗസർ അൽ ഖൈറൽ കസീറൽ കസീർ, ധാരാളമായി ഖൈർ തന്നു. ഇമാം റാസി അത് വിവരിച്ചത് 10-40ഓളം പേജിൽ വിവരിച്ചത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ധാരാളം ഖൈർ, ദുന്യാവിലുള്ള ഖൈർ, നാം ഇതുവരെ പറഞ്ഞ ആ ഖൈറുകളും അല്ലാത്ത ഖൈറുകളും എല്ലാം ദുന്യാവിൽ കൊടുത്തു. അതിനു പുറമേ ആഖിറത്തിലും കൊടുത്തു. ആഖിറത്തിൽ എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാം. 124,000-ൽ പരം അംബിയാ മുർസലുകളും മറ്റ് മുഅ്മിനീങ്ങളും അല്ലാത്തവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് വളരെ ശക്തിയായ ചൂടുകൊണ്ട് ജനങ്ങൾ വിയർപ്പിൽ മുങ്ങി ഹലാക്കാകുന്ന സമയം, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തിൻ്റെ നീളമുള്ള ഒരു ദിവസം റഹ്മുർ-റഹീമായ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലം നീളമുള്ള ഒരു ദിവസം. അങ്ങനത്തെ ദിവസത്തിൽ ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരൊറ്റക്കുട്ടി പോലും ശബ്ദിക്കാതെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടി അഭിപ്രായപ്പെടുന്നു, നമുക്ക് ഈ നൃത്തത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം, അതിന് നമുക്കൊന്ന് ശുപാർശ പറയാം. അങ്ങനെ പോയി ആദം നബി അലൈഹിസ്സലാമിനെ സമീപിക്കുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിനെ സമീപിക്കുന്നു, മൂസ നബി അലൈഹിസ്സലാമിനെ സമീപിക്കുന്നു, ഈസ നബി അലൈഹിസ്സലാമിനെ സമീപിക്കുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സമീപിക്കുന്നു. അങ്ങനെ പ്രഗത്ഭരായ മുഴുവൻ അമ്പിയാക്കളെയും സമീപിക്കുമ്പോൾ ഞങ്ങളാരും ഇതിന് അർഹരല്ല, ഞങ്ങളാരും ഇതിന് അർഹരല്ല, നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അതാ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അയക്കുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് പറയുന്നത് കേട്ടില്ലേ, അനലഹ അനലഹ അനലഹ, ഞാനതിന് അർഹനാണ്, ഞാനതിന് അർഹനാണ്, അല്ലെങ്കിൽ ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ സുജൂദിന് വീഴുന്ന സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തോട് പറയുന്നത് കേട്ടില്ലേ, നബിയെ തങ്ങൾ തല ഉയർത്തിക്കളയൂ, തങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കൂ, ഞാനങ്ങ് തരാമല്ലോ. എന്തിനാണ് തങ്ങൾ സുജൂദിൽ കിടക്കുന്നത്? തലയിട്ടടിക്കേണ്ട ആവശ്യമില്ല, തങ്ങൾ ചോദിക്കുക, ഞാൻ തരാമെന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബിന് അശ്ശഫാഅത്തുൽ ഉളുമാ എന്ന അതിവണ്ണമായ ശഫാഅത്ത് നൽകപ്പെടുകയാണ്. ആ ശഫാഅത്തും നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശഫാഅത്താണല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശഫാഅത്ത് അത് കിട്ടിയില്ലെങ്കിൽ അവർ പരാജയപ്പെട്ടവർ തന്നെ. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിനെ മദ്ഹ് പറയുന്ന എത്രയെത്ര ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയി. അവരെല്ലാവരും
അവിടുത്തെ ദുന്യവിയായ പവറുകളും ഉഖ്റവിയായ പവറുകളും എല്ലാം പറഞ്ഞു. നിങ്ങളൊക്കെ സാധാരണ ചെല്ലുന്ന ബുർദ, ആ ബുർദ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി, ഏറ്റവും വലിയ മഹാനായ വലിയ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ബുർദയും അതുപോലെ അവിടുത്തെ മുളരിയയും അവിടുത്തെ മുഹമ്മദിയയും അവിടുത്തെ മറ്റൊരുപാട് ബൈത്തുകൾ ഉണ്ടാക്കിയ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നത്, ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മീ. നമുക്ക് അഭയസ്ഥാനമുണ്ട്, നമുക്ക് പേടിക്കണ്ട, നമുക്ക് അഭയമുണ്ട്. ആ അഭയമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എവിടെയൊക്കെ അഭയം, എല്ലാ സ്ഥലത്തും അഭയം. ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ശഫാഅത്ത് ചെയ്യുന്ന ആളാണ്, അങ്ങേയറ്റം ശഫാഅത്ത് ചെയ്യുന്നവരാണ്. എവിടെയെല്ലാം, ദുനിയാവിലും ആഖിറത്തിലും ശഫാഅത്ത്. ദുനിയാവിൽ ശഫാഅത്ത് ഇല്ല എന്ന് വേണ്ട, ദുനിയാവിൽ ശഫാഅത്തുണ്ട്, ആഖിറത്തിൽ ശഫാഅത്തുണ്ട്. ആഖിറത്തിലും ശഫാഅത്ത്, ദുനിയാവിലും ശഫാഅത്ത്. തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീൻ. അള്ളാഹുവിൻ്റെ ഹബീബിനെ മദ്ഹ് ചെയ്ത്, അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രശംസിച്ച്, അവിടുത്തെ പേര് പറഞ്ഞ്, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലി ജീവിക്കുന്നവന് തീർച്ചയായും അവിടുത്തെ അഭയമാണ്. മദ്ഹ് ചെയ്ത മുഴുവൻ ആളുകളും റസൂലുള്ളാഹിന്റെ പേര് വെച്ചതിൽ തന്നെ ഇമാം ബൂസീരി പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു? ഇമാം ബൂസീരി എന്ന് പറഞ്ഞു, فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق ذي الهمم. أمير الشعراء أحمد الشوقي പറയുന്നു, يا أحمد الخير لي جهم بتسميتي وكيف لا يتسامى ബിർറസൂലി സുമി. അമീറു ശുഅറാ അഹ്മദ് ശൗഖിയും അത് തന്നെ പറയുന്നു. എങ്ങനെ എനിക്ക് അഹ്മദ് എന്നാണ് പേര്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് അഹ്മദ് എന്നുമുണ്ട്. ആ പേര് വെച്ചവർ എങ്ങനെ വിജയിക്കാതിരിക്കും? ഞാനതുകൊണ്ട് വിജയിക്കുന്നു. പക്ഷേ അഹ്മദ് ശൗഖി ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ വല്ലാതെ മദ്ഹ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇമാം ബൂസീരിയേക്കാൾ മേലെയായി പറയുന്ന ആളല്ല, അമീറു ശുഅറാ എന്നാണ് ലോകത്തെ പേര്. അങ്ങനത്തെ അദ്ദേഹം പറയുന്നത് എന്താണ്? അൽ മാദിഹൂന വഅർബാബുൽ ഹവാ തബഉൻ ലിസാഹിബിൽ ബുർദത്തിൽ ഫൈഹാഇദിൽ ഖദമി. എല്ലാ ലോകത്തും നടന്ന മുഴുവൻ മാദിഹീങ്ങളും റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തവർ, ഇമാം ബൂസീരിയുടെ ശേഷം വന്ന മുഴുവൻ മാദിഹീങ്ങളും ഇമാം ബൂസീരിയോട്, സാഹിബുൽ ബുർദയോട് പിൻപറ്റിയവരാണ്. എന്നിട്ട് ഇമാം ബൂസീരിയെ സംബന്ധിച്ച് അഹ്മദ് ശൗഖി പറയുന്നു, മദീഹുഹു ഫീക ഹുബ്ബുൻ സാലിഹുൻ ഹുബ്ബുൻ ഖാലിസുൻ വഹവാ. മദീഹുഹു ഫീക ഹുബ്ബുൻ ഖാലിസുൻ വഹവാ വസാദിഖുൽ ഹുബ്ബി യുംലി സാദിഖൽ കലിമി. അഹ്മദ് ശൗഖി പറയുന്നു, നല്ല ഹുബ്ബും നല്ല കൽബുള്ളവരെ നാവെന്ന് നല്ലതേ വരുള്ളൂ. എന്നാൽ അവസാനം പറഞ്ഞ യുംലി, ഇംലാ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, അതെല്ലാം നല്ലതേ വരുള്ളൂ. മദീഹുഹു ഫീക,
റസൂലുള്ളാഹിനോട് ഖിതാബ് ഇട്ടുകൊണ്ട് അഹമ്മദ് ഷൗക്കി പറയുന്നു, ഇമാം ബൂസീരിയുടെ മദ്ഹ് ഫീക തങ്ങളിൽ ഹുബ്ബുൽ ഖാലിസും വഹവാ, പരിപൂർണമായ ഹുബ്ബോടുകൂടിയുള്ള മദ്ഹാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ലോകമാന്യത്തിന് വേണ്ടി പറഞ്ഞതല്ല, പരിപൂർണമായ ഹുബ്ബിൻ്റെ പേരിൽ പറഞ്ഞതാണ്. എന്നിട്ട് പറയുന്നു, അമീറുശ് ശുഅറാ എന്നല്ലേ പേര് അഹമ്മദ് ഷൗക്കിക്ക്. അപ്പം ഇയാൾ മറ്റേ ഇമാം ബൂസീരിയോട് എതിർക്കുകയാണോ എന്ന് ആർക്കും തോന്നിപ്പോകണ്ട എന്ന് വെച്ചിട്ട് പറയുന്നു, അല്ലാഹു യശ്ഹദു അന്നി ലാ ഉആരിളുഹു മൻ ദാ യുആരിളു സൗബൽ ആരിളിൽ അരിമി. അല്ലാഹു സാക്ഷിയാണ്, ഞാൻ ഇമാം ബൂസീരിയോട് എതിർക്കുകയല്ല. ആരെക്കൊണ്ട് കഴിയും അവരോട് എതിർക്കാൻ? അല്ലെങ്കിൽ ആരെങ്കിലും എതിർക്കുമോ? ഒരിക്കലും എതിർക്കില്ല. പിന്നെയോ വഇന്നമാ അന ബഅദുൽ ഗാബിതീന വമൻ യഗ്ബിതു വലിയക ലാ യുദ്മം വലാ യുലമി. ഇമാം ബൂസീരിയെ സംബന്ധിച്ച് വലിയക, ഞാൻ ഇമാം ബൂസീരിയോട് എതിർക്കുകയല്ല, ഞാൻ ഇന്നമാ അന ബഅദുൽ ഗാബിതീന, ഗിബത്ത് അവിടത്തെ ആ മദ്ഹ് പറയുന്നത് പോലെ ഞാനും ഒരു മദ്ഹ് ആയിത്തീരണമെന്ന ആഗ്രഹം മാത്രമാണ്. വമൻ യഗ്ബിത് വലിയക ലാ യുദ്മം വലാ യുലമി. നിന്റെ വലിയനോട് ആരെങ്കിലും ഒരാൾ ഗിബത്ത് വച്ചാൽ അവർ കുറ്റക്കാരല്ലല്ലോ, ആക്ഷേപത്തിൻ്റെ അർഹരല്ലല്ലോ എന്ന് പറയുന്നു. ആര്? അമീറുശ് ശുഅറാ അഹമ്മദ് ഷൗക്കി. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഹാദാ മഖാമും മിനർ റഹ്മാനി മുഖ്തബസുൻ തർമീ മഹാബതുഹു സഹ്ബാന ബിൽ ബക്മി. അങ്ങനെ ഇമാം ബൂസീരി തങ്ങളെ ലോകത്തറിയപ്പെട്ട മുഴുവൻ ഷായറുകളും മുഴുവൻ കവികളും മദ്ഹ് ചെയ്ത ആ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടത്തേക്ക് രോഗമുണ്ടായപ്പോൾ ആ രോഗം ശിഫയാവാൻ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറയാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുർഉദ്ദാ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബുർദക്ക് ബുർഉദ്ദാ എന്നും പേര് ഉണ്ട്, രോഗത്തിൻ്റെ ചികിത്സയായി മഹാനവറുകൾ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ആ സ്വാഹിബുൽ ബുർദയും മറ്റുള്ള മുഴുവൻ ആളുകളും നമ്മളെ പഠിപ്പിക്കുന്നു, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ ലഹ്വാലി മുഖ്തഹമീ. ഏത് ഭയങ്കര ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങയുടെ ശഫാഅത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയേ എന്ന് പറയുന്ന ആ കവിത ഇന്നും നിങ്ങൾ പോയി നോക്കും. മദീന മുനവ്വറയിലെ ആ റൗള ഷരീഫിന്റെ വട്ടക്കണ്ണിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ ശഫാഅത്താണ് മഹ്ശറ ലോകത്ത് ചെല്ലുന്ന സമയത്ത് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വാഹ്ലനാ ഇല്ലാഅ യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി ഇന്നനാ നർജു ഇലാ കൈസി ഹൗളിക ലിൽ അത്ശ് യൗമ നശ്രി കിതാബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിൻ്റെ ഹബീബായ നബിയേ, അങ്ങയുടെ ശഫാഅത്ത്, അങ്ങയുടെ ഹൗദുൽ കൗസർ, അങ്ങയുടെ തിരുനോട്ടം ഞങ്ങൾക്ക് ഓശാരമായി നൽകണമേ എന്ന് മുഅ്മിനീങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചതാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, മുഴുവൻ സ്വാലിഹീങ്ങളും ചെയ്തു വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും
അള്ളാഹുവിൻ്റെ ഹബീബിനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രിയം വെക്കുകയും ആ പ്രിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ദീൻ ഇവിടെ പ്രചരിപ്പിക്കണം, അവിടുത്തെ ദീൻ ഇവിടെ പഠിപ്പിക്കണം. ആ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ നിലനിർത്തണം, സ്ഥാപനങ്ങളെ സഹായിക്കണം, ദീൻ പഠിപ്പിക്കുന്ന ആളുകളെ സഹായിക്കണം, പഠിക്കുന്നവരെ സഹായിക്കണം. അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള എല്ലാ പ്രിയവും നിലനിർത്തണം. ആ കൂട്ടത്തിൽ അവിടുത്തെ മദ്ഹുകൾ പാടിപ്പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രകീർത്തനങ്ങൾ ചെല്ലുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളുടെ എല്ലാവിധ മഹത്വങ്ങളും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ആ ആഴമേറിയ കടലിൽ നിന്ന്, ആ ആഴമേറിയ ബഹറിൽ നിന്ന് ഞങ്ങൾ മുക്കുകയാണ്. ആ മുക്കുന്നത് കുറഞ്ഞു പോയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുനോട്ടം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അവിടുത്തെ ചെരുപ്പിൻ്റെ ചുവട്ടിലാണ് ഞങ്ങളുള്ളത്. അവിടുത്തെ ജബ്ഹത്തി തഹ്ത നിആലിക്കും യാ റസൂലല്ലാഹ്, അങ്ങയുടെ ചെരുപ്പിൻ്റെ താഴെ ആ ചെരുപ്പ് തലയിൽ വെക്കാൻ പോലും ഞങ്ങൾക്ക് കഴിവില്ല. ആ ഹബീബിൻ്റെ സ്ഥാനം അത്രയാണ്. അർഹമുർറാഹിമായ അല്ലാഹ് അവിടുത്തെ പൊരുത്തം കൊണ്ട്, അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ ഈമാനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ തഖ്വനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ സർവ്വദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, ബന്ധപ്പെട്ട എല്ലാവരെയും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ ദീനിൻ്റെ ഖിദ്മത്തിലായി ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ സഹായിക്കണം റഹ്മാനെ. അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. സാഹിര്യങ്ങളെ സിഹറിൽ നിന്നും, ചതിയന്മാരെ ചതിയിൽ നിന്നും, മുഴുവൻ കെണിവലകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ഞങ്ങളെ പ്രിയക്കാരെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും എല്ലാം നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. നിൻ്റെ പ്രത്യേകമായ ഹിഫ്ളും പ്രത്യേകമായ ഹിർസും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ മാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ, അല്ലാഹുമ്മ മാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ വശറഅനാ ഫീഹി ബിതൗഫീഖിക വതയ്സീരിൻ മിൻക ഫതമ്മിംഹു ലനാ ബിഅക്മലിൽ വുജൂഹി വഅസ്വബിഹാ فإنك على كل شيء قدير وبالإجابة جدير. اللهم نرفع أكفنا إليك متضرعين متبتلين إليك يا أرحم الراحمين. Allahu 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 Allah